ഹായ് ഓൾ, ഇന്ന് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചില കാൽക്കുലേഷൻസ് ചെയ്തിട്ട് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിലെ വാല്യൂ എന്താണെന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കുറച്ച് റൂൾസ് നോക്കാം. അതായത് നമുക്ക് യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണ് വരുന്നതെങ്കിൽ 1ൻ്റെ ഏത് പവേഴ്സ് എടുത്തു കഴിഞ്ഞാലും 1 ആണെന്നറിയാം. സോ ഞാനിപ്പോൾ 1001 ഹോൾ റേസ് ടു 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യൂണിറ്റ് ഡിജിറ്റിൻ്റെ പവർ വരുന്നത് 1 ആണ്. സോ 1 റേസ് ടു 1000 ആണ് നോക്കേണ്ടത്. 1 റേസ് ടു 1000, 1 റേസ് ടു എനി പവർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് അറിയേണ്ട റൂൾ ഇതാണ്. 1 റേസ് ടു യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആ നമ്പറിൻ്റെ പവർ ഏത് പവർ വന്നു കഴിഞ്ഞാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ നമുക്ക് 5ൻ്റെ പവേഴ്സ് അറിയാം. 5 റേസ് ടു 1 നമുക്ക് 5 ആണ്. 5 സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 25 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എഗെയിൻ 5 ആണ്. 5 ക്യൂബ് എടുക്കുകയാണെങ്കിലും 125, യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. സോ 5ൻ്റെ ഏത് പവേഴ്സ് വരികയാണെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതേപോലെ തന്നെയാണ് 6ൻ്റെ കേസിലും. 6ൻ്റെ കേസിൽ 6 റേസ് ടു 1 6 ആണ്. 6 സ്ക്വയർ 36 ആണ്. 6 ക്യൂബ് 216 ആണ്. സോ ഇതിനെല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 6 ആണ്. സോ നമുക്ക് വരുന്ന നമ്പേഴ്സ് യൂണിറ്റ് ഡിജിറ്റിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 ആണ് യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ അതിൻ്റെ ഏത് പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആ സെയിം നമ്പർ ആയിരിക്കും. 0 ആണെങ്കിൽ 0 ആയിരിക്കും, 1 ആണെങ്കിൽ 1 ആയിരിക്കും, അതുപോലെ 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കേസസ്. ഞാനിപ്പോൾ 4ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4 റേസ് ടു 1 4 ആയിരിക്കും. അതുപോലെ 4 സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് വരുന്നത് 16 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. എഗെയിൻ 4 ക്യൂബ് ആണെങ്കിൽ 64 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 4 ആണ് വരുന്നത്. 4 റേസ് ടു 4 ആണെങ്കിൽ 256 ആണ് വരുന്നത്. സോ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. 4ൻ്റെ പവർ ഓഡ് ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതുപോലെ 4ൻ്റെ പവർ ഈവൻ ആണ് വരുന്നതെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇതേ സെയിം കേസാണ് നമുക്ക് 9ൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 9 റേസ് ടു 1 നമുക്ക് 9 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 9 ആണ് വരുന്നത്. 9 സ്ക്വയർ ആണെങ്കിൽ 81. അതേപോലെ 9 ക്യൂബ് ആണെങ്കിൽ 729 ആണ്. യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 9 ആണ്. എഗെയിൻ 9 റേസ് ടു 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 6561 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 9 റേസ് ടു 4 വന്നാൽ 6561 ആണ്. സോ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 9ൻ്റെ പവർ ഓഡ് ആണെങ്കിൽ 9 എന്നുള്ള നമ്പറും 9ൻ്റെ പവർ ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. സോ 4ൻ്റെ കേസിലാണെങ്കിലും 9ൻ്റെ കേസിലാണെങ്കിലും പവേഴ്സ് ഓഡ് ആണെങ്കിൽ സെയിം നമ്പർ ആയിരിക്കും. 4ൻ്റെ കേസിൽ ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 6ഉം 9ൻ്റെ കേസിൽ ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1ഉം ആയിരിക്കും വരുന്നത്. ബാക്കി വരുന്ന നമ്പേഴ്സ് എല്ലാം, അതായത് ബാക്കി വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 7, 8 ആണ്. ഇതെല്ലാം 4 സൈക്കിൾ കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. അതായത് നമുക്ക് ഒരു നമ്പറിൻ്റെ എടുത്ത് നോക്കാം. 2ൻ്റെ കേസിൽ 2 റേസ് ടു 1 2 ആണ്. 2 സ്ക്വയർ 4 ആണ്. 2 ക്യൂബ് 8 ആണ്. 2 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. എഗെയിൻ 2 റേസ് ടു 5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 32 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 റേസ് ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. യൂണിറ്റ് ഡിജിറ്റ് അവിടെ 4 ആണ്. 2 റേസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ആണ്. അവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. 2 റേസ് ടു 8 എന്ന് പറഞ്ഞാൽ 256 ആണ്. സോ അവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും 4 പവർ കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് സെയിം ആയിട്ട് വരികയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 2 റേസ് ടു 5ൻ്റെ ആണെങ്കിൽ 5നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 റേസ് ടു 1 ആയിരിക്കും. അപ്പോൾ 2 റേസ് ടു 9ൻ്റെതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെങ്കിൽ 9നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ വരുന്നത് എനിക്ക് 1 ആണ്. സോ 2 റേസ് ടു 1, അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം ഇത് സെയിം റൂൾ നമുക്ക് 2, 3, 7, 8 ആണ് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നതെങ്കിൽ ഈ സെയിം റൂൾ യൂസ് ചെയ്യാം. ഏത് എക്സ്പോണൻസ് വന്നാലും എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എന്താണോ നമ്പർ റേസ് ടു റിമൈൻഡർ. പക്ഷേ നമ്മൾ റിമൈൻഡർ 0 വരുന്ന കേസിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 2 റേസ് ടു 8 വരികയാണെങ്കിൽ നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 ആണ് റിമൈൻഡർ വരിക. 0 റിമൈൻഡർ വരുന്ന കേസിൽ നമ്മൾ 2 റേസ് ടു 4 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 2 റേസ് ടു 8ൻ്റെ കേസിൽ നമുക്ക് 2 റേസ് ടു 0 അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 2 റേസ് ടു 4 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 6 ആയിട്ട് വരും.
അപ്പോൾ ഈ 2, 3, 7, 8 എന്നീ നമ്പേഴ്സ് വരുന്ന കേസിൽ എക്സ്പോണൻ്റ് ഏതാണോ എക്സ്പോണൻറ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്പർ റേസ് ടു റിമൈൻഡർ. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, റിമൈൻഡർ 0 ആണെങ്കിൽ നമ്പർ റേസ് ടു 4 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് UPSC ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് യൂണിറ്റ് ഡിജിറ്റും ഒരു പ്രൈം നമ്പറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് S = x + y + z ആണ്. XYZ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സ് <10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7 ഈ 4 നമ്പേഴ്സാണ് <10 ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ്. ഇതിൽ ഏതെങ്കിലും 3 നമ്പേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കുള്ള പോസിബിലിറ്റി 2 + 3 + 5 ആണെങ്കിൽ നമുക്ക് വരുന്നത് 10 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 0 വരാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത് നമ്മൾ 3, 5, 7 എടുക്കുകയാണെങ്കിൽ 3, 5, 7 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്നത് 15 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5ഉം വരാൻ പറ്റും. പക്ഷേ ഇതിൽ ഇനി ഒരു പോസിബിലിറ്റീസ് 2 പോസിബിലിറ്റീസ് ഉണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 15നേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സാണ് വരുന്നത്. ഇപ്പോൾ 2, 3, 7 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നത് 12 ആണ്. ഇവിടെ നമുക്ക് ചോയ്സിൽ 9 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 2, 5, 7 ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 14 ആണ് വരുന്നത്. അപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് എന്തല്ല 9 അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് പോസിബിലിറ്റീസ് അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇതും 2024 ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഡിജിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സീറോസ് കഴിഞ്ഞിട്ട് അതിൻ്റെ സീറോസിൻ്റെ തൊട്ട് മുന്നേ വരുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസീഡിങ് സീറോസ് ആണ് കാൽക്കുലേഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ സെയിം പ്രൊസീജിയറിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം സീറോസ് ഉള്ളതിനെ നമുക്കങ്ങ് മാറ്റാം. 330 എന്നുള്ളതിനെ നമുക്ക് 3 × 10⁻30 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് 330 × 10⁻30 ഇതാണ് നമ്മുടെ സീറോ പാർട്ട് വരുന്നത്. സീറോ പാർട്ടിൻ്റെ മുമ്പ് വരുന്ന ഒരു പാർട്ടാണ് 330. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസീഡിങ് സീറോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നേരത്തെ നമ്മൾ റൂള് പഠിച്ചു. 2, 3, 7, 8 ആണെങ്കിൽ എക്സ്പോണൻ്റ് എന്താണോ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 28 4ൻ്റെ മൾട്ടിപ്പിളാണ്. സോ റിമൈൻഡർ വരിക 2 ആയിരിക്കും. അപ്പോൾ 3² ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. 30യെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണോ റിമൈൻഡർ ഇവിടെ 2 ആണ്. നമ്പർ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് 3 ആണ്. നമ്പർ റേസ് ടു റിമൈൻഡർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9 ആണ് ആ ഒരു റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസീഡിങ് സീറോ വരുന്നത് 9. ഇത് 2023 യൂണിറ്റ് ഡിജിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് 5742 9 × 7 × 5 × 3 × 1. അപ്പോൾ 2 ഒരു പവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 9 × 7 × 5 × 3 × 1 ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കിട്ടും. അപ്പോൾ ഓൾറെഡി ഈ നമ്പേഴ്സിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിമൈൻഡർ തിയറം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു. ഇൻഡിവിജ്വൽ റിമൈൻഡേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെക്ക് ചെയ്താലും മതി. അല്ലാതെ നമ്മൾ ഇതിനെ 9 × 7 × 5 × 3 × 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിമൈൻഡർ തിയറം കൂടെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 8, അപ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും വരിക. റിമൈൻഡേഴ്സിൻ്റെ കേസിൽ റിമൈൻഡേഴ്സിനെ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. പോസിറ്റീവ് റിമൈൻഡറും നെഗറ്റീവ് റിമൈൻഡറായിട്ടും. അപ്പം എനിക്ക് 7നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എനിക്കറിയാം 8 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളാണ് വരുന്നത്. 8നേക്കാൾ 1 ലെസ് ആണെങ്കിൽ എനിക്കിവിടെ റിമൈൻഡർ -1 ആയിട്ട് എഴുതാം. റിമൈൻഡർ -1 എന്ന് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ആൻസറിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ചെയ്യേണ്ടത് 4 - 1 ചെയ്താൽ നമുക്ക് ആ പോസിറ്റീവ് എക്സ്പ്രഷൻ റിമൈൻഡറിൻ്റെ 3 എന്ന് കിട്ടും. അപ്പോൾ എപ്പോഴും നമുക്ക് റിമൈൻഡേഴ്സിനെ +or-1 എക്സ്പ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിളിൻ്റെ തൊട്ടു പിന്നിൽ വരുന്ന നമ്പർ ആണെങ്കിൽ നമ്മൾ റിമൈൻഡർ അവിടെ -1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 8 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 7ൻ്റെ കേസിൽ -1 എന്ന് റിമൈൻഡർ എഴുതാം. എഗെയിൻ 5 എന്ന് പറഞ്ഞാൽ +1 ആണ് റിമൈൻഡർ വരുന്നത്. 3 എന്ന് പറഞ്ഞാൽ 4നേക്കാൾ 1 ലെസ് ആണ്. അവിടെ നമുക്ക് -1 റിമൈൻഡർ കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ് ഇതിനിടയിലുള്ള ഓപ്പറേഷൻ. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ 1 ആണ്. 1 4നേക്കാൾ ലെസ് ആണെങ്കിൽ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. സോ നമുക്ക് 2 എന്ന്